ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു കലക്കൻ കിഡിലൻ i20 ആണ്. i20യുടെ സ്പോർട്സ് വേരിയന്റ് ആയിട്ട് വന്നേക്കണം. ഡീസൽ വേരിയന്റ് ആണ്. ഈ ഒരു വാഹനം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂം കണ്ടീഷനിൽ തന്നെ റൺ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇരിക്കണം. വളരെ സ്മൂത്ത് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ട് നല്ല മൈലേജ്, ഒരു 20 കിലോമീറ്റർ അറൗണ്ട് മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടും. സൂപ്പർ വണ്ടി, ഒന്നും പറയാനില്ല, കലക്കൻ വണ്ടി. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറയണമെങ്കിൽ ആ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഇത് 2012 ഇതിൻ്റെ മോഡൽ. 2012 മോഡൽ ഹ്യുണ്ടായുടെ i20 സ്പോർട്സ് ആണ്. 4 അലോയ് വീൽസും 4 പുത്തൻ ടയർ എന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് 1% പോലും തയ്യാത്ത പുത്തൻ 4 ടയേഴ്സ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന വാഹനം തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ സീറ്റൊക്കെ പെർഫെക്റ്റ് ആയിട്ട്, ഒന്നും പറയാനില്ല. എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ സൂപ്പറായി ഒന്നും നിങ്ങൾ കണ്ണും മൂടി വാഹനം എടുക്കാം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. അപ്പോൾ ഇന്ന് ഈ ഒരു ഹ്യുണ്ടായ് i20 സ്പോർട്സിൻ്റെ വിശേഷങ്ങളിലൊക്കെ നമ്മൾ പോകണം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ അപ്ലോഡ്സ് കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വൈകും, അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹ്യുണ്ടായ് i20 ഫുള്ള് കണ്ടുവരാം, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായുടെ i20 ഡീസൽ സ്പോർട്സ്. അപ്പോൾ ഇത് 2012 ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ ബോഡി ലൈനിങ് വരെ ശ്രദ്ധിക്കുക. കണ്ടോ, കറക്റ്റ് ലൈനിങ്ങോട് കൂടി യാതൊരു ചളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കണം. നല്ല ഭംഗിയുള്ള വാഹനം തന്നെയാണത്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലോസ് ലുക്ക് വരുന്നുണ്ട്. പുത്തൻ ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. കൂടാതെ കമ്പനി മെയ്ഡ് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 1400 cc 90 HP പവറും ഈ ഒരു വാഹനത്തിന് തരുന്നുണ്ട്. പിന്നെ i20 എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഏത് ശ്രേണി നോക്കിയാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവറിനൊപ്പം തന്നെ നല്ല മൈലേജും കൂടി തരുന്ന ഡീസൽ വാഹനങ്ങളാണ് i20 ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബോണറ്റ് വെക്കുകയാണെങ്കിൽ 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള പവർ ലൈൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ വളരെ ഭംഗിയോട് കൂടി തന്നെ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ടയറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ, പുത്തൻ ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. കൂടാതെ കമ്പനി അലോയ് വീൽസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് ഭാഗം ഞാൻ ക്ലോസ് ലുക്ക് നിങ്ങൾക്ക് തരാം. എല്ലാ ഭാഗവും ക്ലോസ് ആയിട്ട് നോക്കാറുണ്ട്. യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ സ്ക്രാച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫാൻസി നമ്പർ 2900 എന്ന് പറഞ്ഞ ഫാൻസി നമ്പറും ഈ വാഹനത്തിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടയറും കൂടി ശ്രദ്ധിക്കാം. ലെഫ്റ്റ് സൈഡിലും പുത്തൻ ടയേഴ്സ് തന്നെയാണ് കിടക്കണം. കണ്ടോ, ടയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അത് കമ്പനി ടയേഴ്സ് തന്നെയാണ് കിടക്കണം. ചൈന ടയേഴ്സ് കാര്യങ്ങളൊന്നുമല്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മിറർ കിട്ടുന്നുണ്ട്. മിററിൻ്റെ ഒപ്പം ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. റിയർ ഭാഗത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഇത് ബ്രാൻഡ് ന്യൂ ആണ്. 1% പോലും തേയ്മാനം ഈ വാഹനത്തിന് ഇപ്പോൾ ഇല്ല. അതും ബ്രാൻഡ് ടയേഴ്സ് തന്നെയാണ് കിടക്കണം. ബാക്കിൽ നമുക്ക് ഡിഫോഗർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ബാക്കിൽ കിട്ടാൻ പറ്റും. ഇവിടെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡോർ പാഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കിട്ടുന്നുണ്ട്. കൂടാതെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ സീറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി സീറ്റ്സ് തന്നെയാണ്. കേട്ടോ, കമ്പനി ഡിസൈനിൽ ഇപ്പോഴും ഒരു പ്രശ്നം പോലും ഇല്ലാതെ നല്ല ഭംഗിയിൽ കിടക്കുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. കേട്ടോ, സ്റ്റിച്ചിങ് വരെ നമുക്ക് എടുത്ത് നോക്കാം. ഡാഷ്ബോർഡൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. നടുക്ക് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതേപോലെ തന്നെ പെൻ ഡ്രൈവ്, CD അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാം. മറിച്ച് നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക് എസിയും കാര്യങ്ങളും നോബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇത് 6 സ്പീഡ് ഗിയേഴ്സാണ്. 6+1 7 ഗിയേഴ്സാണ് ഇതിനൊപ്പം വരുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് AC കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ചില്ലിംഗ് ആയിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല കൂളിംഗ് ഉള്ളൊരു AC തന്നെയാണ് ഇതിനൊപ്പം വരുന്നത്. നമുക്കൊന്ന് ഓഡോമീറ്റർ ഒന്ന് ഓൺ ചെയ്യാം. എൻ്റെ കിലോമീറ്റർ തന്നെ നോക്കാം. 98,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇവിടെ നമുക്ക് ഓക്സ്, എയർപോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ചെറിയൊരു സ്ക്രീൻ നമുക്കിവിടെ വരുന്നുണ്ട്. സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും സീറ്റ്സ്. ബാക്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് എല്ലാ i20 നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റൂഫൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു.
റിയർ സീറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ആ ഒരു ബട്ടൺ നമുക്ക് കൂടെ കാണാം. കൂടാതെ സീറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ സീറ്റ്സും ഇവിടെ നല്ല ബ്രോഡായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന സീറ്റ്, നല്ല ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വരുന്നുണ്ട്. അതുകൂടാതെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്, നമുക്ക് സീറ്റ് മടക്കിയിടാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഫുള്ള് സീറ്റ് ഇറക്കിയിട്ടിട്ടും നമുക്ക് ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഇവിടെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണല്ലോ, നമുക്ക് ബാക്കിൽ നിന്ന് ബൂട്ട് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സീറ്റ് വേണമെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്തിട്ട് സ്പേസ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹ്യുണ്ടായി i20യുടെ ആ ഒരു CRDI എഞ്ചിൻ ഭാഗം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിൽ പവർ ഡ്രോപ്പ് ഇല്ലാത്ത ബാറ്ററി നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് കൂടെ കാണാൻ കണ്ടോ. യാതൊരു രീതിയിലുള്ളൊരു ആപ്രോൺ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് വാട്ടർ മാത്രമാണ്, അല്ല ഓരോ കാര്യങ്ങളൊന്നും തെറ്റിദ്ധാരണ വേണ്ട. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അതിൻ്റെ പേരിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കൂടാതെ ഹുഡിൻ്റെ ആ ഒരു ഫുള്ള് വ്യൂ കൂടി തരുന്നുണ്ട്. എല്ലാ ഭാഗവും നോക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ എഞ്ചിൻ ഭാഗം ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തന്നു. ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും സംഭവങ്ങളോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ Hyundai i20യുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 295 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനം നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ജാക്കും അതുകൂടാതെ തന്നെ ആ ഒരു ഹസാർഡിൻ്റെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ സർവീസ് ടയേഴ്സ് നോക്കാം. സർവീസ് ടയേഴ്സ് കുറച്ച് അഴുക്കായിട്ട് ഒരു മീഡിയം ഗ്രിപ്പിൽ നമുക്കവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പാർസൽ ട്രെയിനകത്ത് ഇൻഫിനിറ്റിയുടെ 2 സ്പീക്കേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല മ്യൂസിക് ക്വാളിറ്റി തന്നെ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയായിരുന്നു ഈ i20യുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ വിലയും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു ഫാൻസി നമ്പറുള്ള Hyundai i20 സ്പോർട്സ് 2012 മോഡൽ, നല്ല രീതിയിൽ മൈലേജും 4 പുത്തൻ ടയേഴ്സും വിത്ത് അലോയ് വീൽസ്, കമ്പനി അലോയ് വീൽസും, കമ്പനി കണ്ടീഷനിൽ വിത്ത് കമ്പനി സർവീസ് ബാക്കപ്പും കാര്യങ്ങളും എല്ലാമുള്ള ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും, പിന്നെ കൂടാതെ തന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും, പിന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എടുത്ത് പറയുകയാണെങ്കിൽ ഇതിന് ലോൺ വേണമെങ്കിൽ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോൺ വേണ്ട സുഹൃത്തുക്കളും ഈ വീഡിയോയിൽ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 3,30,000 രൂപയാണ്. 3.30 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്യാം, ലോൺ വേണമെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാം, പിന്നെ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് വാഹനങ്ങൾ മാറ്റിയിടും. പിന്നെ നിങ്ങൾക്ക് 1 or 2 ഡേയ്സിനുള്ളിൽ ബാക്കി പേയ്മെൻറ്റ് ആയിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ സർവീസസ് ഈ ഒരു എന്താ പറയുക ഷോറൂം നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകേണ്ട. വാഹനം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പർ അറിയിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ കാണാം.